മഹാദുരന്തമായി പ്രഖ്യാപിച്ച കാട്ടുതീ അമേരിക്കയെ വിഴുങ്ങുകയാണ് ഇപ്പോഴും. നിലവിൽ കാറ്റിന്റെ കാഠിന്യം അല്പം കുറഞ്ഞിരുന്നു. എന്നാൽ ലോസ് ആഞ്ചലസിലെ ഒന്നാകെ വിഴുങ്ങി നശിപ്പിക്കുന്ന കാട്ടുതീ ശമനമില്ലാതെ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത്. 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തിയമരുകയും അതുപോലെ 11 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത ഈ കാട്ടുതീ ദുരന്തം 4 ദിവസം പിന്നിട്ടിട്ടും നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗമായ പാലിസേഡ്സിലെ ഏറ്റവും വലിയ തീയുടെ ഗതി മാറുന്നതിന്റെ സൂചനയെ തുടർന്ന് ബ്രെന്റ്വുഡ്, സാൻ ഫെർണാണ്ടോ താഴ്വര എന്നിവിടങ്ങളിൽ കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. 5 ഇടങ്ങളിലാണ് പ്രധാനമായും തീ പിടിച്ചത്. ഇതിൽ പാലിസേഡ്സിലേത് 8%, ഈറ്റണിലേത് 3%മായിരുന്നു പ്രധാനമായും തീ അണച്ചതും. 2 ഇടത്തുമായി 35,000 ഏക്കർ പൂർണ്ണമായി കത്തി നശിക്കുകയുണ്ടായി. 1,53,000 ആളുകളെയാണ് പ്രധാനമായും ഒഴിപ്പിച്ചത്. 10,000 ഭവനരഹിതരായി മാറി. ഈ ദുരന്തത്തെ തുടർന്ന് $15,000 കോടിയിലേറെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായിട്ടാണ് നിലവിൽ കണക്കാക്കുന്നത്. എന്നാൽ എരിഞ്ഞു തീർന്ന സമ്പത്തിന്റെ അളവ് ആരെയും യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ വൻ ബാധ്യത എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണിപ്പോൾ പ്രധാനമായും ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ. തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്ന്, ഭവന വായ്പ തിരിച്ചടവിന് സാവകാശം നൽകുമെന്നും അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. കാലിഫോർണിയയിൽ കാട്ടുതീ പടരുന്ന സാഹചര്യത്തെ തുടർന്ന് ബഹ്റൈൻ സന്ദർശനം റദ്ദാക്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഈ മാസം 16-ന് ബഹ്റൈനിൽ എത്തുമായിരുന്നുവെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ജനുവരി 20-ന് ഔദ്യോഗിക പദവി അവസാനിക്കുന്ന കമല ഹാരിസിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള അവസാനത്തെ യാത്രയായിരുന്നു ഇതെന്ന പ്രത്യേകതയുമുണ്ടായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ലോസ് ആഞ്ചലസ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോസ് ആഞ്ചലസിൽ നാശം വിതച്ച വൻ കാട്ടുതീയിൽ 11 പേരായിരുന്നു മരിച്ചത്. 10,000-ഓളം വീടുകളും കെട്ടിടങ്ങളും മറ്റു നിർമ്മിതികളും കത്തി നശിച്ചതായിട്ടുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഇതുവരെയും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. 35,000 ഏക്കറിലധികം പ്രദേശത്തെ അഗ്നി വിഴുങ്ങിയതായിട്ടാണ് നിലവിൽ കണക്കാക്കുന്നത്. കുറഞ്ഞത് 1,80,000 ആളുകൾക്കെതിരെ പലായനം ചെയ്യാനുള്ള മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്.